ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. എന്ന് വെച്ചാൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം. 2000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. യേശുക്രിസ്തു, നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പെസഹ വ്യാഴാഴ്ച ദിവസം അദ്ദേഹം മർക്കോസിൻ്റെ മാളികയിലേക്ക് ചെല്ലുന്നു. അവിടെ വച്ച് ഈ ശിഷ്യന്മാരുടെ കാല് കഴുകുകയും തുണി കൊണ്ട് തുടച്ച് അതിനെ ചുംബിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് ഉണ്ട്. അതിനുശേഷം അത്താഴത്തിനായിട്ടിരിക്കുന്നു. ഒരുപാട് ഉപദേശങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തിയിലൂടെയും ഒക്കെ നൽകിയ ഒരു രാത്രിയായിരുന്നത്. അപ്പോൾ കാല് കഴിയത് തന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെയും എളിമയുടെയും ഒരു പ്രതീകമായിട്ടാണ്. എന്ന് മാത്രമല്ല, ആ സമയത്ത് പറയുകയും ചെയ്തു, നിങ്ങളിൽ വലിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും, നിങ്ങളിൽ ചെറിയവനാകാൻ ശ്രമിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും അത് പ്രവൃത്തിയിലൂടെ കാണിക്കുകയും ചെയ്ത ഒരു രാത്രിയാണ്. അതിനുശേഷം അത്താഴത്തിനായിട്ടിരിക്കുന്നു. അപ്പവും വീഞ്ഞുമാണ് ആഹാരം. അപ്പം നുറുക്കി എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുന്നു, വീഞ്ഞും പകർന്നു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, അപ്പം എൻ്റെ ശരീരമാകുന്നു എന്നും വീഞ്ഞെൻ്റെ രക്തമാകുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഭക്ഷണത്തിൽ എന്നോട് പങ്കുചേർന്നോ, അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്നുള്ള ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനാണ് ക്രിസ്ത്യൻസ് പെസഹ വ്യാഴാഴ്ച ഈ അപ്പവും പാലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്ചർ വളരെ ഹാർഡാണ്, റഫുമാണ്. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. പാല് കുറച്ചുകൂടി ആകർഷകമാണ്. അത് ഒട്ടും നമുക്ക് അരുചികരമായിട്ടോ അല്ലെങ്കിൽ അല്പം കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് തോന്നുകയില്ല. ഇത് നമ്മുടെ പാരമ്പര്യമനുസരിച്ചാണ്. ഗൃഹനാഥൻ അപ്പം മുറിക്കുകയും കുരിശിട്ടൊരു അപ്പം ഉണ്ടാക്കിയത് നമ്മൾ നേരത്തെ കണ്ടു. ആ കുരിശിട്ട അപ്പം ഒരെണ്ണം അത് മുറിക്കുകയും കുടുംബാംഗങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം പാലും പകർന്നു കൊടുക്കുക. പിന്നീട് കുടുംബാംഗങ്ങൾ ആവശ്യം പോലെ അതെടുത്ത് കഴിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ചടങ്ങ് നടത്തുകയാണ്. അപ്പം ഞാൻ അപ്പം മുറിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുരിശ് ആദ്യം എടുത്ത് മാറ്റുന്നു. എന്നിട്ട് അപ്പം മുറിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ടെക്സ്ചർ ഒരല്പം ഹാർഡാണ്. ഉഴുന്നും ഒക്കെ ചേരുന്നതുകൊണ്ട് കൂടുതൽ കഴിക്കുന്നതും വയറിന് അത്ര സുഖകരമല്ല. പക്ഷെ പാരമ്പര്യമായിട്ട് അത് അങ്ങനെ തന്നെ വേണമെന്നാണ്. അപ്പം അതിന് വേറെ പ്രതിവിധികളില്ല. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാനിത് നുറുക്കണത് നോക്കുക. എൻ്റെ കയ്യിൽ സ്വല്പം മതി, ഞാൻ കഴിച്ചതാ. മറ്റേ അപ്പം മതി. അമ്മയ്ക്ക് പണ്ടത്തെ എന്തെങ്കിലും ഓർമ്മകൾ വരണുണ്ടോ? ഇല്ല. ഏഹേ, ചെറുപ്പകാലങ്ങളിലെ ഓർമ്മകളൊക്കെ ഉണ്ട്. അതാ ചോദിച്ച. ചെറിയ 2 പീസ് എടുക്കാം. നമുക്ക് ആവശ്യം ഞാൻ നീക്കാം. എന്നിട്ട് പാല് കുറുക്കി ഒഴിച്ചു. അപ്പത്തിന്റെ കേട്ടോ. പാലിൽ കിടക്കണ കറുത്ത നിറത്തിലുള്ളതെല്ലാം ജീരകവും ഏലക്കായും പൊടിച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ ചതച്ചാ അതിട്ടേക്കണത്. ഇടികല്ലിൽ ചതച്ച ഇതാണ് കറുപ്പ് കളറിൽ. ഒട്ടും പാല് പുറത്ത് പോകാൻ പാടില്ല കേട്ടോ.
ഒരു കാരണവശാലും പാല് പുറത്തൊഴിച്ച് കഴിക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം. എൻ്റെ ഒറ്റയ്ക്ക് ഒരു സ്പൂൺ ഒഴിക്കാവുള്ളൂ സിറപ്പ്. അങ്ങനെ മതി. മതിയോ? എനിക്ക് മധുരം അധികം വേണ്ട. മധുരം അധികം ഇല്ല ഇതിനൊന്നും, നമുക്ക് പാകം മധുരേ ഉള്ളൂ. ഞങ്ങൾക്ക് വലിയ സ്പൂൺ മതി, അതാ ഞങ്ങൾ ചെറുതെടുക്കാൻ. എല്ലാവർക്കും കഴിക്കാം. സോസ് കഴിക്കണം. ലോങ് ഷോട്ട് എടുക്കാം കേട്ടോ. മിനിറ്റ്. ക്യാമറ വേണമെങ്കിൽ ക്യാമറ സെറ്റ് ചെയ്യും. ഇതിൻ്റെ കൂടെ ഇല്ലേ ചിലർ പഴം ഈ പാലിൻ്റെ കൂടെ അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് പഴം കട്ട് ചെയ്തിട്ട് കഴിക്കണതാണ്. പഴോ? ആ, അതെന്നാ അല്ല, അപ്പവും പാലും കഴിച്ചു കഴിയുമ്പോൾ ഈ പാല് സെപ്പറേറ്റ് എടുത്ത് വെച്ചാൽ അതിൽ പഴം അരിഞ്ഞിട്ട് കഴിക്കണതാണ്. അതെനിക്കറിയില്ല എന്താന്ന് അതിൻ്റെ ഉദ്ദേശം. ഞാനും പല ഫോട്ടോകളിലും കണ്ടിട്ടുണ്ട്. ഞാൻ ഫോട്ടോയിലല്ല വെച്ചിരിക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കണ്ടത് വെട്ടിക്കാട്ടുമക്കൾ ഇച്ചാച്ചൻ ഇവിടെ വന്നപ്പോൾ കൊണ്ട് കഴിച്ചതാണ്. ഒരാവശ്യത്തിന് പോയി എന്നെ ഇറക്കാൻ ഇവിടെ വന്ന ദിവസം പെസഹയായിരുന്നു. ഞാൻ രാവിലെ പെസഹ ഉണ്ടാക്കി വെച്ചേച്ചാണ് ആ കാര്യത്തിന് പോയത്. പോയേച്ച് വന്നപ്പോൾ അവര് ആ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അവര് തിരിച്ചു വന്നപ്പോൾ എന്നെ ഇവിടെ ഇറക്കിയേച്ച് പോയി. അന്നേരമാണ് പറഞ്ഞ പഴം ഇരിപ്പുണ്ടെങ്കിൽ പഴം ഇങ്ങെടുത്തോ, പഴം അരിഞ്ഞിട്ട് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ കണ്ടതല്ല, അന്ന് വർഷങ്ങൾ മുമ്പാണ്. അങ്ങനെ അതെന്നാന്ന് എനിക്കറിയില്ല അങ്ങനെ കഴിക്കുന്നതിന്റെ കാര്യം. ഞാൻ പല ഫോട്ടോസിലും കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വെക്കുമ്പോ ഇതിന്റെ കൂടെ ഒരു പടല പഴം വെക്കും അല്ലേ? അല്ല, ഇവിടെ ഞാടി ഇരിപ്പുണ്ട്, വിടലിയല്ലെന്നേ ഉള്ളൂ. അത് ഈ ശർക്കര കോമ്പിനേഷൻ ആയതുകൊണ്ടാ. എനിക്ക് വേണ്ട, ഞാൻ മധുരം എനിക്ക് വേണ്ട. നമ്മള് പണ്ട് കാലം തൊട്ട് ഇങ്ങനെ കഴിക്കണതന്നെ. വളരെ നല്ല അപ്പാണ്, ചുട്ടയപ്പം. ചിലപ്പോ പുഴുങ്ങിയതാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉദ്ദേശിച്ച പോലെ ഹാർഡ്നെസ് ഒന്നും ഇതിനില്ല. പൊതുവെ പറയുമ്പോ സോഫ്റ്റ് ആയിട്ട് എല്ലാം ഉണ്ടാക്കണോണ്ടാണ്. കള്ളപ്പം പോലെയൊക്കെ സോഫ്റ്റ്നെസ് കിട്ടൂല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അത് നമ്മൾ പുളിപ്പിച്ച് പൊങ്ങണില്ലല്ലോ. ഇത് ഉഴുന്ന് വറുത്തേച്ചെടുക്കുമല്ലേ, പിന്നെ അരിപ്പൊടി തേങ്ങ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമല്ലേ. ആ തേങ്ങയൊക്കെ ചേർക്കണോണ്ടായിരിക്കും കുറച്ചെങ്കിലും മയം വന്നത് എന്നാ എനിക്ക് തോന്നണം. ശരിയാ. പിന്നെ വറുത്ത പൊടി അപ്പത്തിന്റെ അല്ല, അപ്പത്തിന്റെ അല്ല, പുട്ടിന്റെ പൊടി, തരിങ്ങുള്ള പൊടി വേണം ഇതിന്. ഇപ്പം പച്ചപ്പൊടി ആകുമ്പോൾ ഇച്ചിരി കൂടെ കടുപ്പാവും ഇന്ന് കഴിയുമ്പോ. ഇതിപ്പോ വറുത്ത പൊടി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ കുറച്ചൊരിത്. എനിക്ക് അപ്പയില്ലേ തന്നെ തിന്നാൻ വലിയ ഇഷ്ടം, തന്നെ തിന്നാൻ. പക്ഷെ രണ്ടിന്റെയും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ കോമ്പിനേഷൻ കറക്റ്റ് ആവും. പിന്നെ കോമ്പിനേഷൻ അല്ല, അതാണ് നമ്മുടെ വിശ്വാസം വെച്ച് രണ്ടും കൂടെ ചേർത്താണ് കഴിക്കേണ്ടത്. അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് റിയലായിട്ട് ഫീൽ ചെയ്യും എങ്ങനെയാന്നുള്ളത്. അതല്ലാതെ ഒന്ന് കഴിച്ചു നോക്കിയ ഒരു പീസ് എടുത്ത് ചുമ്മാതെ ഒന്ന് കഴിച്ചു നോക്കിക്കേ. ആ, അപ്പൊ കഴിച്ചതാണല്ലോ ഫ്രീ ആയിട്ട്. മറ്റേ അപ്പത്തില് പുഴുങ്ങിയതാണെന്ന് തോന്നുന്നില്ല, വെള്ളമയം ഇല്ലാത്തോണ്ട്. എന്നാന്നോ ഉള്ളി മൂപ്പ് ചേർക്കട്ടെ. അതാ. ഓ, അതാണല്ലേ. ഉള്ളി അപ്പൊ വെള്ളം വലിച്ചെടുക്കുമോ? അല്ല, വെള്ളം വലിച്ചെടുക്കുന്നതല്ല, ചുമന്നുള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതാണ് അതിന്റെ പ്രത്യേകത. വെള്ളമയം ഒട്ടും തോന്നുന്നില്ല. ഒട്ടുമില്ല. ശരിയാ. പിന്നെ ഈ ഒരു അപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കേട്ടോ. ചില സ്ഥലങ്ങളിലില്ലേ, അത് ഞാൻ ഫോട്ടോയിൽ കണ്ടേക്കണതാണ്, എനിക്കറിയില്ല. ഞങ്ങളുടെ ബന്ധുവീടുകളിലും ഞങ്ങളുടെ വീടുകളിലും ഒക്കെ ഈ രീതിയിലാണ് ചെയ്യണം. ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കും, അല്ലെങ്കിൽ ചുട്ടെടുക്കും. ഞാൻ ഫോട്ടോസിൽ പല ഇതിൽ നോക്കിയപ്പോൾ കണ്ടു ഇങ്ങനെ
സ്പൂണിൽ കോരി ഒഴിക്കുന്ന പാകത്തിന് മാവ്, അതായത് ഇഡലി മാവിന്റെ ഒക്കെ പാകത്തിന് അങ്ങനെ കോരി ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് ഭാഗത്താന്നൊന്നും ഞാൻ ലൂസല്ലെന്നേ, അത് അന്നേരം എനിക്ക് തോന്നുന്നത് ഈ വട്ടയപ്പൊക്കെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ആ പരുവത്തിന് ലൂസ് ഫോമിലാണ് കോരി ഒഴിക്കുന്നത് വേവിക്കാനായിട്ട്. നമ്മുടെ ബന്ധുവീടുകളിലോ നമ്മുടെ വീടുകളിലോ ഒന്നും ഈ രീതിയിൽ ചുട്ടിട്ട് അല്ല, ആ രീതിയിൽ ചെയ്യാറില്ല, ഈ രീതിയിൽ തന്നെ ചെയ്യാറ്. പിന്നെ ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കട്ടിയിൽ അതുണ്ടാക്കും, അപ്പൊ കടുപ്പം കൂടും. ഇതിപ്പോ കട്ടി കുറച്ചാ ഞാൻ ചെയ്തേക്കണം. ഏറ്റവും രുചിയുള്ള അപ്പം ഞാൻ പെസഹാപ്പത്തിന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിച്ചേക്കണതിൽ ഏറ്റവും രുചിയുള്ള അപ്പം കോട്ടപ്പടിയിലെയാണ്. അമ്മായിയുടെ വീട്ടിലെ അപ്പം, ഐസക് ചാച്ചന്റെ അമ്മയുടെ അപ്പം, അത് അതുപോലെ തന്നെ ആന്റി ഉണ്ടാക്കും. നല്ല സൂപ്പറാണ്. അത് ഈ വിറകടുപ്പിൽ അടിയിലും ഉരുളി വെച്ചേച്ച് അടിയിലും കനലിടും. ഈ അപ്പത്തിന്റെ തട്ട് വെച്ച് അതിന്റെ മീതെ ഇങ്ങനെ കിണ്ണം വെച്ചേച്ച് അതിലും കനല് ചിരട്ടക്കനലിട്ടേച്ച് നല്ല രുചിയും അത്. നമ്മളിവിടെ നോൺ സ്റ്റിക്കിൽ ചുടാറുണ്ടല്ലോ, നമ്മുടെ ചുട്ട ലിങ്ക് വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ കൊടുത്തേരെ ആവശ്യക്കാരുണ്ടെങ്കിൽ കാണാം. അത് നോൺ സ്റ്റിക്ക് തവയിൽ ചുട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചുട്ടില്ല. 2 ഉള്ളതും പുഴുങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പെസഹ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ബൈ. ഇനിയിപ്പൊ ഈസ്റ്റർ വരുന്നു അല്ലേ? അതെ, ഈസ്റ്ററിന് കാണാം.